മുൻ CPM നേതാവും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ബിബിൻ സി ബാബുവിന്റെ BJP പ്രവേശനത്തെ തുടർന്ന് പ്രതിഭ MLA ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് ശ്രദ്ധേയമാകുന്നു. ജീവിതം അത് ചിലപ്പോൾ വേദനകൾക്കിടയിലും ചില സത്യങ്ങൾ നമ്മെ കാട്ടിത്തരും. അപ്പോൾ നമുക്ക് ഒന്ന് പുഞ്ചിരിക്കാം, അല്ലേ? അതെ, ഉപ്പ് തിന്നവർ കുടിക്കട്ടെ വെള്ളം എന്ന അവസാനിക്കുന്ന പോസ്റ്റിൽ കുറിക്കുകൊള്ളുന്ന ചില പരാമർശങ്ങളുമുണ്ട്. MLA ആയിരിക്കെ ബിബിൻ സി ബാബുവും സംഘവും സൈബർ വേട്ടയടക്കം നടത്തി എന്ന ആരോപണം ഒരു കാലത്ത് CPM-ൽ ശക്തമായിരുന്നു. CPM മുൻ കായംകുളം ഏരിയ കമ്മിറ്റി അംഗവും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ പത്തിയൂർ സ്വദേശി അഡ്വക്കേറ്റ് ബിബിൻ സി ബാബു BJP-യിൽ ചേർന്നതിനെ തുടർന്ന് അഡ്വക്കേറ്റ് പ്രതിഭ MLA തന്റെ ഫേസ്ബുക്ക് പേജിൽ ഇട്ട കുറിപ്പ് ചർച്ചാ വിഷയമാകുന്നു. നല്ലതും മോശവുമായ ഒരുപാട് അനുഭവങ്ങളിലൂടെയാവും ഓരോ മനുഷ്യരുടെയും ജീവിതം കടന്നു പോകുന്നത് എന്ന് തുടങ്ങുന്ന കുറിപ്പിൽ ബാക്കി ഇപ്രകാരമാണ്: എന്റെ പൊതുജീവിതത്തിൽ ഏറിയും കുറഞ്ഞും ദുർബലരും ശക്തരുമായ പാരകളെന്ന് വിശേഷിപ്പിക്കാവുന്ന ചില മുഖങ്ങളുണ്ട്. അവർക്കെതിരെ ഞാൻ ഒന്നും ചെയ്യാനോ പരാതി പറയാനോ പോയിട്ടില്ല. ഏറ്റവും വേദനിപ്പിച്ചത് അധികാരമോഹം തലയ്ക്ക് പിടിച്ചു നടന്ന ദമ്പതികളായിരുന്നു. കാലമേ, നീ എല്ലാം കണ്ടിരുന്നു അല്ലേ? മനസ്സറിയാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ചും കോവിഡ് കാലത്ത് ഇല്ലാ കഥകൾ മെനഞ്ഞും കൂടെ നിന്നവരുടെ കുതികാൽ വെട്ടിയും അവർ സന്തോഷിച്ചിരുന്നു. അപ്പോഴും അവർക്ക് മോശം വരാൻ ആഗ്രഹിച്ചില്ല. അവരുടെ വിവരദോഷം എന്ന് കരുതി സമാധാനിച്ചു. പക്ഷേ ജീവിതം അത് ചിലപ്പോൾ വേദനകൾക്കിടയിലും ചില സത്യങ്ങൾ നമ്മെ കാട്ടിത്തരും. അപ്പോൾ നമുക്ക് ഒന്ന് പുഞ്ചിരിക്കാം, അല്ലേ? അതെ, ഉപ്പ് തിന്നവർ കുടിക്കട്ടെ വെള്ളം എന്നിങ്ങനെയാണ് MLA-യുടെ പോസ്റ്റ് അവസാനിക്കുന്നത്. പോസ്റ്റിന് നിരവധി പേർ ലൈക്ക് ഇടുകയും കമന്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അധികവും CPM പ്രവർത്തകരാണ് ലൈക്ക് ഇടുകയും കമന്റ് ഇടുകയും ചെയ്തിട്ടുള്ളത്. ചിലർ ഷെയർ ചെയ്യുകയും ഉണ്ടായി. അതേസമയം അഡ്വക്കേറ്റ് പ്രതിഭ MLA-ക്കെതിരെ അഡ്വക്കേറ്റ് ബിബിൻ സി ബാബുവും സംഘവും നിരന്തരം സൈബർ സ്പേസിൽ ഉൾപ്പെടെ ആക്രമണം നടത്തുകയാണെന്ന് ആരോപണം മുൻപ് CPM കേന്ദ്രങ്ങളിൽ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് CPM-ന്റെ നേതൃത്വത്തിലെ ഒരു പക്ഷത്തിന്റെ പിന്തുണ ബിബിൻ സി ബാബുവിനും സംഘത്തിനും ഉണ്ടായിരുന്നു എന്ന് പ്രതിഭയെ അനുകൂലിച്ച പാർട്ടിക്കാർ പറയുന്നുണ്ടായിരുന്നു. അതേസമയം MLA-യുടെ പ്രവർത്തനം നേർവഴിക്കാക്കാനും പാർട്ടിക്ക് വിധേയമായി MLA പ്രവർത്തിപ്പിക്കുവാനും വേണ്ടി സതുദ്ദേശത്തോടെ ചെയ്ത പ്രവൃത്തികളായിരുന്നു അതെല്ലാമെന്ന് പാർട്ടി നേതാക്കൾക്ക് തന്നെ അറിയാമായിരുന്നു എന്ന പക്ഷമാണ് ബിബിൻ സി ബാബുവിനെ അനുകൂലിച്ചവർ അന്ന് വ്യക്തമാക്കിയത്. എന്നാൽ ഒട്ടേറെ കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട് എന്ന സൂചന നൽകിക്കൊണ്ടാണ് ഇപ്പോൾ MLA ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഏരിയ സമ്മേളനത്തിന്റെ പടിവാതിക്കൽ എത്തി നിൽക്കുന്ന കായംകുളത്തെ പാർട്ടിയിൽ ഗൗരവമുള്ള ചർച്ചയ്ക്ക് MLA-യുടെ പോസ്റ്റ് ഉൾപ്പെടെ വിധേയമാകുമെന്ന് ഉറപ്പായിട്ടുണ്ട്. CDNet ന്യൂസ്, കായംകുളം.